നമസ്കാരം. PSC സ്കോറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിജയാശംസകൾ. ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു ജീവശിഖ ജാഥ എന്നുള്ളതാണ്. കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു ജീവശിഖ ജാഥ എന്നാണ് ചോദ്യം. ഉത്തരം വിമോചന സമരം. വിമോചന സമരത്തിൻ്റെ ഭാഗമായിരുന്നു ജീവശിഖ ജാഥ. വിമോചന സമരം നടന്നത് 1959 മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരം നടത്തിയത്. വിമോചന സമരം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. 1959 വിമോചന സമരത്തിൻ്റെ ഭാഗമായിരുന്നു ജീവശിഖ ജാഥ. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ 1921 ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത് എവിടെ എന്നുള്ളതാണ്. ഉത്തരം ഒറ്റപ്പാലം എന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ 1921 ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമാണ് ലീല തിലകം. ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥം ലീല തിലകമാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം തുടങ്ങിയവർ സംയുക്തമായി സംഘടിപ്പിച്ച സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C. കേശവനാണ്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത C. കേശവനാണ്. 1947 ഡിസംബർ 4 C. കേശവൻ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം: ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത കേരളത്തിലെ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം വാഗ്ഭടാനന്ദൻ. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത കേരളത്തിലെ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ. വാഗ്ഭടാനന്ദൻ്റെ ശരിക്കുള്ള പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നുള്ളതാണ്. തിരുവിതാംകൂറിലെ ഏത് നേതാവിൻ്റെ രചനയാണ് 1114 കഥ എന്നുള്ളത്? തിരുവിതാംകൂറിലെ ഏത് നേതാവിൻ്റെ രചനയാണ് 1114 കഥ? ഉത്തരം അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിലെ അക്കമ്മ ചെറിയാൻ്റെ രചനയാണ് 1114 കഥ. ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് ഭാരതീയ റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷം 2006. ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് ഭാരതീയ റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയത് 2006. പ്രീതി ഭോജനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 19ാം നൂറ്റാണ്ടിൽ മലബാറിലുണ്ടായ മാപ്പിള കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ നിയമിതനായ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. 19ാം നൂറ്റാണ്ടിൽ മലബാറിലുണ്ടായ മാപ്പിള കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ നിയമിതനായ കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തിപ്പോന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു എന്നതാണ് അടുത്ത ചോദ്യം. പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തിപ്പോന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങളിൽ ഒരെണ്ണമാണ്. കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞത്. അതായത് വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്നത് 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഡൽഹൌസി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ഡൽഹൌസിയാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത് ഏത് ദേശക്കാരെയാണ്? ഡച്ചുകാരെയാണ് ലന്തക്കാർ എന്ന്
വിളിച്ചിരുന്നത്? ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത് ഡച്ചുകാരെയാണ്. കോൽക്കാർ എന്നറിയപ്പെട്ട തദ്ദേശീയ സൈന്യത്തെ ബ്രിട്ടീഷുകാർ രംഗത്തിറക്കിയത് ഏത് കലാപം അടിച്ചമർത്താനാണ്? പഴശ്ശി കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കോൽക്കാർ എന്ന പേരിൽ സൈന്യം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത്. കോൽക്കാർ എന്നറിയപ്പെട്ട തദ്ദേശീയ സൈന്യത്തെ ബ്രിട്ടീഷുകാർ രംഗത്തിറക്കിയത് പഴശ്ശി കലാപം അടിച്ചമർത്തുന്നതിനാണ്. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് എന്നാണ്? ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് 1853-ലാണ്. 1853-ലാണ് ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത്. 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16. മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ഏത് ഉടമ്പടിയിലൂടെ? ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ഏത് ഉടമ്പടിയിലൂടെയാണ്? ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നുള്ളതാണ്. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോകുന്നത് പ്രതിപാദിച്ച സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായി നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായി നവറോജി. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ദാദാഭായി നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത് ദാദാഭായി നവറോജി എഴുതിയ പുസ്തകമാണ്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത് ദാദാഭായി നവറോജിയുടെ പുസ്തകമാണ്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായി നവറോജിയാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഏത് ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്? ഉത്തരം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. കഴ്സണാണ് ബംഗാൾ വിഭജനം നടത്തിയത്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒക്ടോബർ 16 എന്ന് പറയുന്നത് ഭക്ഷ്യദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഒക്ടോബർ 16 ലോകത്തിൽ ഭക്ഷ്യദിനമായിട്ടാണ് ആചരിക്കുന്നത്. 1905 കഴ്സൺ ബംഗാളിനെ വിഭജിച്ചതെന്ന് ഓർത്തു വയ്ക്കുക. 1905 കഴ്സൺ ബംഗാളിനെ വിഭജിച്ചത്. ഭക്ഷ്യദിനത്തിൻ്റെ അന്നാണ് വിഭജിച്ചതെന്ന് ഓർത്തു വയ്ക്കുക. കഴ്സൺ ബംഗാളിനെ വിഭജിച്ചങ്ങ് തിന്നു എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ മതി. 1905 ഒക്ടോബർ 16. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916 സമ്മേളനം നടന്നത് ലക്നൌവിലാണ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916 സമ്മേളനം നടന്നത് ലക്നൌവിലാണ്. അടുത്ത ചോദ്യം. സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വർഷം 1916. സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് 1916. 1916. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയ സംഭവമാണ് ജാലിയൻ വാലാബാഗ്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ഈ പദവികൾ ഉപേക്ഷിച്ചത്, ഗാന്ധിജി ഉപേക്ഷിച്ച പദവിയാണ് ചോദിക്കുന്നതെങ്കിൽ കൈസർ ഇ ഹിന്ദാണ് ഗാന്ധിജി ഉപേക്ഷിച്ച പദവി. ടാഗോർ ഉപേക്ഷിച്ച പദവി ചോദിക്കുകയാണെങ്കിൽ അത് സർ പദവിയാണ്. ടാഗോർ സർ പദവിയാണ്, മറന്നു വരുന്നത്. കൈസർ ഇ ഹിന്ദ് പദവി ഉപേക്ഷിച്ചത് ഗാന്ധിജിയാണ്. സർ പദവി ഉപേക്ഷിച്ചത് ടാഗോറാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായി പെരുവിരൽ മുറിച്ചു മാറ്റിയ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് നഗോഡകൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് നഗോഡകൾ. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായി പെരുവിരൽ മുറിച്ചു മാറ്റി ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് നഗോഡകൾ. അടുത്ത ചോദ്യം. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇങ്ങനെ പറഞ്ഞത് വിവേകാനന്ദൻ ആണ്. ഈ ഒരു പറച്ചിൽ ഓർമ്മയിൽ സൂക്ഷിച്ചു വച്ചേക്കുക. ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കും. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ്
നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ്. വിവേകാനന്ദനാണ് ഇങ്ങനെ പറഞ്ഞത്. വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനം നടന്നത് 1920 കൊൽക്കത്തയിലാണ്. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനം നടന്നത് 1920 ആ സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ് ആ സമ്മേളനം നടന്നത്. കൊൽക്കത്ത. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തത്തെ വെല്ലുവിളിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തത്തെ വെല്ലുവിളിച്ചത് വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കാരമുക്ക് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കാരമുക്ക് ക്ഷേത്രം. നെക്സ്റ്റ്, ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. ശ്രദ്ധിക്കുക, ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇങ്ങനെയുള്ള ഈ വാചകമുള്ള കത്ത് ഗാന്ധിജി ഏത് സമരത്തിന് മുന്നോടിയായി വൈസ്രോയിക്ക് എഴുതിയതാണ്? ഗാന്ധിജി ഏത് സമരത്തിന് മുന്നോടിയായിട്ടാണ് വൈസ്രോയിക്ക് എഴുതിയത്? ഉത്തരം നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം. ശ്രീനാരായണ ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠയാണ് ആലപ്പുഴയിലെ കളവങ്കോട് നടത്തിയ പ്രതിഷ്ഠയാണ്. നാരായണ ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ ആലപ്പുഴയിലെ കളവൻകോട് നടത്തിയ പ്രതിഷ്ഠയാണ്. ഓം എന്നെഴുതിയ കണ്ണാടി നാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് ഏത് ക്ഷേത്രത്തിലാണെന്നൊരു ചോദ്യമുണ്ട്. ഉത്തരം കളവൻകോട് ക്ഷേത്രത്തിലാണ്. കളവൻകോട് ക്ഷേത്രത്തിലാണ് ഓം എന്നെഴുതിയ കണ്ണാടി നാരായണ ഗുരു പ്രതിഷ്ഠിച്ചത്. ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരുന്ന പാട്ടുകൾ, പ്രഭാഷണങ്ങൾ എന്നിവയിലൂടെ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ഒരു ജനതയുടെ അടിമ അനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്ന പാട്ടുകൾ, പ്രഭാഷണങ്ങൾ എന്നിവയിലൂടെ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അടുത്ത ചോദ്യം, കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരമേതെന്ന് ചോദിച്ചാൽ ഉത്തരം മേച്ചിൽ പുല്ല് സമരം. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരം മേച്ചിൽ പുല്ല് സമരം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരെ സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും ശ്രീ കുമാരഗുരുദേവനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരെ സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ നവോത്ഥാന നായകനും ശ്രീ കുമാരഗുരുദേവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണ സന്ധിയിൽ ഒപ്പുവെച്ചത് ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണ സന്ധിയിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ഒപ്പുവെച്ചത് ടിപ്പു സുൽത്താനാണ്. നേരത്തെയും പറഞ്ഞതാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണ സന്ധിയിൽ ഒപ്പുവെച്ചത് ടിപ്പു സുൽത്താനാണ്. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി സംസാരിക്കാനുണ്ടായിരുന്നത്. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചൂടെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.